ചൂരൽമലയിലെ ദുരിതബാധിതർക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക വാഹന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ബസ്സിൽ നിന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് നമ്മോടൊപ്പം ചേരുന്നത്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. അവരുടെ വോട്ട് ഏറെ നിർണായകമാണ്. കാരണം ഒരു ദുരന്തത്തിന് ശേഷം അവരെങ്ങനെയാണ് അവരെ പരിഗണിച്ചത് എന്നൊക്കെ ഈ ഒരു വോട്ടിങ്ങിൽ ഏറെ പ്രതിഫലിക്കുന്നതാണ്. ആ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് നമ്മളോട് പങ്കുവെക്കാനുള്ളത്? ഞാനിപ്പോൾ ഉള്ളത് ചൂരൽമലയിലേക്ക് പോകുന്ന ബസ്സിലാണ്. ആ ബസ്സിൽ യാത്രക്കാരായിട്ടുള്ള ആളുകൾ പലരും വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. സ്ഥാനാർത്ഥിയടക്കം ഈ ബസ്സിലുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അക്കാര്യം 3 ബൂത്തുകളാണ് ചൂരൽമലയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ആ 3 മേഖലകളിലായി, അതായത് 11, 10, 11, 12 വാർഡുകളിലാണ് ഈ സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടുള്ളത്. സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ പാരിഷ് ഹാൾ, അതോടൊപ്പം തന്നെ ചൂരൽമല നൂറുൽ ഇസ്ലാം മദ്രസ, നീലിക്കാപ്പ് അഗതി മന്ദിരം എന്നിവിടങ്ങളിലായാണ് ഇത്തരത്തിൽ ബൂത്തുകളുടെ സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടുള്ളത്. പലരും ഒരുപക്ഷെ ഈ ദുരന്തത്തിന്റെ ശേഷം ചിതറിപ്പോയ മനുഷ്യരുടെ ജന്മനാട്ടിലെ അവസാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടായിരിക്കും ഇത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള കാര്യം. അതായത് പലരും ഈ ടൗൺഷിപ്പിലേക്കും സന്നദ്ധ സംഘടനകൾ നൽകുന്ന വീടുകളിലേക്കും മാറുന്ന ഒരു അനുഭവമാണ് ഇനിയും ഉണ്ടാവുക. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് അവരുടെ മേഖല എന്ന് പറയുന്നത് ഒരുപക്ഷെ കൽപ്പറ്റയിലും മറ്റ് വിവിധ ഇടങ്ങളിൽ ഈ സന്നദ്ധ സംഘടനകൾ നൽകിയ വീടുകളിലുമാവും. ഇവരൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഏത് ബൂത്ത്? മദ്രസിൽ ചൂരൽമല സ്കൂൾ റോഡ് തന്നെ. വോട്ട് ഞങ്ങൾക്ക് പള്ളിയിൽ മദ്രസയിൽ വെച്ചിട്ട് അതെ, ഞങ്ങൾ നെല്ലിമുണ്ടയാണ്. സ്ഥാനാർത്ഥി കൂടിയുണ്ട്, ഷൈജ ബേബി. സ്ഥാനാർത്ഥിയിലേക്ക് കൂടി നമുക്കൊന്ന് പോവാം. സ്ഥാനാർത്ഥിയാണ്. എന്താണ് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വിജയിക്കുന്നത് തന്നെയാണ്. നേരത്തെ മുണ്ടക്കയിലെ മെമ്പറായിരുന്നു, മേപ്പാടിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഒരു 5 വർഷ കാലയളവിൽ മേപ്പാടിയിലെ വൈസ് പ്രസിഡന്റും മുണ്ടക്കയിലെ മെമ്പറും ആയിരുന്നു. ഈ പര്യടനത്തിനുള്ള വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം പല സ്ഥലങ്ങളിലായിട്ടാണ് ഉള്ളത്. അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലായിടത്തും എത്തുക എന്നുള്ളത്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വയനാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലാണല്ലോ ആളുകൾ, അതിൻ്റെ ഒരു പ്രയാസം നേരിട്ടിരുന്നു. പക്ഷേ മുഴുവൻ വോട്ടർമാരെയും നേരിൽ ഒരു തവണ കണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.